ആലപ്പുഴ പള്ളിപ്പുറത്തെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ കൊലപാതക കേസുകളിലെ അന്വേഷണത്തിൽ പോലീസിന് വൻ തിരിച്ചടി. ഹൈദരാബാദിലെ സെന്റർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ജൈനമ്മ കേസിൽ മാത്രമാണ് ഗുണകരമായ തെളിവുകൾ കണ്ടെത്താനായത്. കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ എല്ലുകൾ ഒന്നിലധികം ആളുകളുടേതാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ ജൈനമ്മ കൊലക്കേസിൽ നേരത്തെ തന്നെ ചില തെളിവുകൾ, നിർണായകമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം ഒരു വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകങ്ങളാണ്, മറ്റു കേസുകളൊക്കെ. അതുതന്നെ സ്വാഭാവികമായും പല വെല്ലുവിളികളും ഉണ്ടാകും. അതിനിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? കാരണം ഈ ലബോറട്ടറി നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ടോമ, പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ നടത്തിയത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. അതായത് 2024 ഡിസംബറിൽ കൊല്ലപ്പെട്ട ജൈനമ്മ എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരുടെ ശരീരം അവരെ എവിടെ എന്നതിനുള്ള ഉത്തരമായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ ഒരേക്കറോളം വരുന്ന വീട്ടിലെത്തുകയും അതിന്റെ പുരയിടത്തിൽ നിന്നും ചില മൃതദേഹാവശിഷ്ടങ്ങളുടെ അസ്ഥികൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ അത് ഒന്നിലധികം സ്ത്രീകളുടേതാണ് എന്നുള്ളത് ഉള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നു. കാരണം അത് ആ ശരീരഭാഗങ്ങളിൽ ഒരു പല്ലിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ പല്ല് ട്രീറ്റ്മെന്റിന് വിധേയമായ പല്ലാണ്. അതായത് ഈ അവരുടെ ക്യാപ്പ് ചെയ്ത രീതിയിലുള്ള പല്ലാണ്. അപ്പോൾ അത് ജൈനമ്മയുടേതല്ല എന്ന് അവരുടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അവർ എടുത്തിട്ടുമില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ 2013 കാണാതായ ഐഷ എന്ന സ്ത്രീക്ക് സമാനമായ രീതിയിൽ അവരുടെ പല്ലുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കുകയും ചെയ്തു. അതോടുകൂടി ജൈനമ്മ കേസിൽ പോലീസിന് കുറെ കൂടി, പ്രത്യേകിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ചിന് കുറെ കൂടെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ ഇടപെട്ട് പണയം വെച്ചതും ജൈനമ്മ ഏറ്റവും ഒടുവിലായി പോയതിന്റെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്തി. അതിനകത്തുള്ള തെളിവുകൾ, സെബാസ്റ്റ്യൻ പണയം വെക്കാനായി ഉപയോഗിച്ച ആളെയൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ആ വീടിന്റെ അകത്ത് നിന്ന് പരിശോധനയിൽ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ജൈനമ്മ കേസിൽ പോലീസ് കുറ്റപത്രം നൽകി. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ഈ മറ്റ് സ്ത്രീകളുടെ ശരീരാവശിഷ്ടങ്ങൾ അവിടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ സംസ്കരിച്ചു എന്നുള്ള രീതിയിലാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിനോട് കുറ്റസമ്മത മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും മറ്റ് സ്ത്രീകളുടെ, അതായത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 സ്ത്രീകളുടെ കേസുകളാണ് കൊലപാതക കേസുകളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സമാനമായ സാഹചര്യത്തിൽ 2 സ്ത്രീകൾ കൂടി ഇടവിട്ടുള്ള കാലയളവിൽ മിസ്സിംഗ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്ത്രീകൾ, ഈ ഐഷ എന്നുള്ള സ്ത്രീയുടെ കേസും ബിന്ദു പത്മനാഭനിലേക്കും എത്തേണ്ടതിൻ്റെ ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള ഒരു തെളിവുകളായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ആ ശരീരാവശിഷ്ടങ്ങൾ. അതായത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തി ഇയാൾ പലപ്പോഴായി പല സമയത്ത് അവിടെ വീടിൻ്റെ പല ഭാഗങ്ങളിൽ കുഴിച്ചിട്ടു. വീണ്ടും മാംസാവശിഷ്ടങ്ങൾ അഴുകിയ ശേഷം ഈ എല്ലുകൾ എടുത്ത് കത്തിക്കുന്ന രീതിയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. വേറെ കുറച്ച് കുളത്തിലടക്കം പരിശോധന അവിടെ പോലീസ് നടത്തിയിരുന്നു. കാരണം മുഷിയെ വളർത്തിയിരുന്ന ഒരു കുളം ഉൾപ്പെടെ ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അത്തരം രീതിയിലുമൊക്കെ ഇയാൾ സംസ്കരിച്ചിട്ടുണ്ടാകാം എന്നൊരു നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ ആ ശരീരാവശിഷ്ടങ്ങൾ, അതായത് ഐഷയാണെങ്കിലും ബിന്ദു പത്മനാഭനാണെങ്കിലും കൊന്നു എന്നുള്ള ഒരു മൊഴി സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും അയാളെ പോലെ അതിവിദഗ്ധനായ ഒരു ക്രിമിനൽ അതെങ്ങനെ ചെയ്തു എന്ന് കൂടി അന്വേഷണ സംഘത്തിന് പ്രൂവ് ചെയ്യേണ്ടതായുണ്ട്. പക്ഷേ അങ്ങനെ ഇവർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു തെളിവുകളായിരുന്നു ഈ ശാസ്ത്രീയമായി ഈ അസ്ഥി കഷ്ണങ്ങളിൽ നിന്ന് ലഭ്യമാകേണ്ട DNA പരിശോധനയിൽ ലഭ്യമാകേണ്ട തെളിവുകൾ. അത് ഇവിടെ പരിശോധനയിൽ ലഭ്യമാകില്ല എന്ന് കണക്ക് കൂട്ടി സെൻട്രൽ സയൻസ് ലബോറട്ടറി, ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഹൈദരാബാദിലായിരുന്നു അന്വേഷണ സംഘം കൊടുത്തിരുന്നത്. അതിനുള്ള തുകയൊക്കെ സർക്കാർ അനുവദിക്കാൻ വൈകുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആ പണം അടച്ച് ആണ് അവർ ആ ടെസ്റ്റിനായിട്ട് ഇത് കൊടുത്തിരുന്നത്. പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ, ജൈനമ്മയുടെ ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളിലും DNA കണ്ടെത്തിയതിന് അപ്പുറത്തേക്ക് ആ ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്താനായി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെ എപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി, എങ്ങനെ കൊലപ്പെടുത്തി, എങ്ങനെ മുറവ് ചെയ്തു, വെപ്പൺസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും
ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് ഈ കേസുകളിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഈ സാക്ഷിമൊഴികൾ, അതിനോട് അനുബന്ധമായി നിൽക്കുന്ന സെബാസ്റ്റ്യന്റെ മൊഴി, അത്തരം കാര്യങ്ങൾക്ക് ഒഴിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസിലേക്ക് പോകാൻ ആയിഷ കേസിൽ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ജൈനമ്മ കേസിലാണ് ഇപ്പോൾ ഇയാൾ ഏറ്റുമാനൂരിലെ കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏറ്റുമാനൂർ കോടതിയുടെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. അവിടെ നിന്നും കേസിൽ ഇയാളെ കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ സംശയിച്ചത്. കാരണം അതിവിദഗ്ധമായി നടത്തിയ കൊലപാതകങ്ങളാണ്. ജൈനമ്മ കേസിൽ മാത്രമാണ് ഇയാൾക്ക് പിഴച്ചത്. ആ ഒരൊറ്റ കേസാണ് മറ്റ് കൊലപാതക പരമ്പരകളുടെ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ചില രീതിയിലുള്ള സംശയങ്ങളിലേക്ക് അല്ലെങ്കിൽ തുമ്പുകളൊക്കെ ലഭിക്കാൻ കാരണമായത്. പക്ഷെ അവിടെയും ഈ DNA പരിശോധനാ ഫലം അത് തിരിച്ചടിയായത്, അത് കൃത്യമായും കണ്ടെത്താൻ കഴിയാത്തത് ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു വെല്ലുവിളി പോലീസിനെ സംബന്ധിച്ചുണ്ട്, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം ഇയാളുടെ ചോദ്യം ചെയ്യലിൽ ചില കുറ്റസമ്മതം നടത്തിയതിനപ്പുറം മറ്റെന്തെങ്കിലും തെളിവുകൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട്, അതായത് ജൈനമ്മ കേസിനപ്പുറം മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, ഇയാള് കുറ്റസമ്മത മൊഴി അന്വേഷണ സംഘത്തിന് ഈ ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്ന സമയത്താണ് ഈ മറ്റ് കേസുകളെ, ബിന്ദു പത്മനാഭന്റെ ആണെങ്കിലും ഐഷയുടേതാണെങ്കിലും കൊലപ്പെടുത്തി എന്നുള്ള കുറ്റസമ്മത മൊഴി ഇയാൾ നൽകുന്നത്. പക്ഷേ ഇയാൾ കോടതിയിലേക്ക് അത് വരുമ്പോൾ, അവരുടെ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇയാൾ അത് മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. അതായത് കൊലപാതകം അയാൾ അപ്പോഴും കോടതിയിൽ സ്ഥിരീകരിക്കാനായി തയ്യാറാകാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള അതിവിദഗ്ധനായ ഒരു കൊലയാളിക്ക് തീർച്ചയായും ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാൾക്ക് ആവശ്യത്തിലധികം പണം ബിന്ദുവിന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത വഴി ലഭ്യമായിരുന്നു. ആ സമയത്ത് നിയമോപദേശവും ഒപ്പം തന്നെ ഇയാൾക്ക് ഒരു ക്രൈമിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള രീതിയിലുള്ള കൃത്യമായ ഉപദേശം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു സാധാരണ ക്രൈം അല്ല. കാരണം അയാൾ പറഞ്ഞ രീതി എന്ന് പറയുന്നത്, വീടിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ കുഴികൾ എടുത്തു, മൃതദേഹങ്ങൾ മുറിച്ച് കുഴിച്ചിട്ട ശേഷം ശരീരം അഴുകിയ ശേഷം ആ അസ്ഥികൾ എടുത്ത് കത്തിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് അതൊരു ഫോറൻസിക് പരിശോധനകളിലേക്ക് പോയാൽ പോലും അത് ആരുടേതാണ് എന്ന് കണക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അയാൾ അത് നശിപ്പിച്ചെന്നുള്ളത്. അപ്പോൾ അതിവിദഗ്ധനായ ഒരു കൊലയാളിയാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വീട്ടിനകത്ത് പള്ളിപ്പുറത്ത് വീടിനകത്ത് ഇയാളെ ഇരുത്തി തെളിവെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ പോലും ഈ പുറത്ത് അയാളുടെ കൺമുന്നിൽ തന്നെ പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ അയാൾ പോലീസിനോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, തൻ്റെ വീട് 1 ഏക്കറോളം വരുന്ന പുരയിടമാണ്, അതുകൊണ്ട് തന്നെ അവിടെ പലതും തുറന്നാണ് കിടക്കുന്നത്. ഈ തുറന്നു കിടക്കുന്ന സ്ഥലത്ത് ആരൊക്കെ എന്തൊക്കെ കൊണ്ടിട്ടിട്ട് പോകാം എന്ന് നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു നിൽക്കുന്ന സെബാസ്റ്റ്യനെയാണ് അന്വേഷണ സംഘം കണ്ടത്. അതുകൊണ്ട് തന്നെ ഇയാളെ പൂട്ടുക എന്നുള്ളത്, മറ്റേ കേസുകളിൽ ഇയാളെ പൂട്ടുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് ഗുണം ചെയ്യുന്നതായിരുന്നു. ഈ DNA പരിശോധനാ ഫലം അനുകൂലമായി കിട്ടുക എന്നുള്ളത്. പക്ഷെ നിരാശാജനകമാണ് ആ പരിശോധന. അതിനപ്പുറത്തേക്ക് ഇനി പരമാവധി തെളിവുകൾ ഏറ്റുമാനൂർ കേസിൽ, അതായത് ജൈനമ്മയുടെ കേസിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് വെച്ച് സെബാസ്റ്റ്യനെ പൂട്ടുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് കേസുകളിലേക്ക് കടക്കുമ്പോൾ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് നിൽക്കുന്നു. ഈ സ്ത്രീകളെല്ലാം തന്നെ സമാനമായ സാഹചര്യത്തിൽ കാണാതായവരാണ്. സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഇവർ പുലർത്തിയിരുന്നു എന്നൊക്കെ എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആ മൊമെന്റ്, ലാസ്റ്റ് സമയത്ത് ഇവർ എവിടെയായിരുന്നു, എങ്ങനെ ചെയ്തു എന്നുള്ളത് മരണപ്പെട്ടവർക്കും സെബാസ്റ്റ്യനും മാത്രമേ അറിയൂ എന്നുള്ള നിഗൂഢമായി അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടോം, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ജൈനമ്മ കൊലക്കേസിൽ മാത്രമാണ് പോലീസിന് കൃത്യമായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞത്. മറ്റ് കേസുകൾ, മറ്റ് സ്ത്രീകളുടെ തിരോധാനം, കൊലപാതക കേസുകളിൽ ഇപ്പോഴും അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യമാണുള്ളത്. ഇനി പുതിയ തെളിവുകൾ തേടി ഉള്ള നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. കാസർഗോഡ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.